ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. പട്ടാമ്പി കൊടുമുണ്ട പാലത്തറ തീരദേശ റോഡ് നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. പാലത്തറ മുതൽ കൊടുമുണ്ട തീരദേശം വരെയുള്ള ഭാഗത്തെ 12 ഇടങ്ങളിലായിരുന്നു റോഡ് സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. തീരദേശ റോഡ് ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ച് പട്ടാമ്പിയിൽ നിന്ന് കൊടുമുണ്ട തീരദേശം വഴി പള്ളിപ്പുറത്തേക്കുള്ള നിർമ്മിച്ച പാത 2 മാസത്തിനകം ഇടിഞ്ഞ് താഴ്ന്നതോടെയാണ് അഴിമതി ആരോപണം ഉയർന്നത്. പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിന്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ അശാസ്ത്രീയതയും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സാങ്കേതിക അനുമതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പണികളിൽ പകുതിയും ചെയ്തിട്ടില്ലെന്ന ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായ PM അബ്ദുൽ സലീമിനെ സസ്പെൻഡ് ചെയ്യുകയും വിശദമായ അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. പാലത്തറ മുതൽ കൊടുമുണ്ട തീരദേശം വരെയുള്ള ഭാഗത്ത് 12 ഇടങ്ങളിലായാണ് പരിശോധന നടന്നത്. കട്ടറുകൾ ഉപയോഗിച്ച് കുഴിച്ച് റോഡിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. മുൻപ് ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ റോഡ് പരിശോധിച്ചതിൽ 30 സെന്റിമീറ്റർ കനം വേണ്ടിടത്ത് പകുതി കനം മാത്രമേ ഉള്ളൂവെന്ന് കണ്ടെത്തിയിരുന്നു. 3.5 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിന് 2 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത്. ഇതിൽ 1 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് നിലവിലെ സ്ഥിരീകരണം. You are watching VCV News.